മാതൃയാനം, കാരുണ്യ, പുഞ്ചിരി, മിഴി, താലോലം അങ്ങനെ ഒരുപാട് പദ്ധതികളുടെ പേര് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഏതൊക്കെ പദ്ധതികൾ എന്തിനൊക്കെ വേണ്ടിയാണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ നമുക്കത് എങ്ങനെ പഠിക്കാം? ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ചോദ്യവും ഓപ്ഷനിലുള്ള ഉത്തരവും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ കണക്ഷൻ വെച്ചൊന്ന് പഠിച്ചു നോക്കിയാൽ നമ്മൾ ഒരിക്കലും മറക്കില്ല. അപ്പൊ നമുക്ക് അങ്ങനെ ഒന്നും മറക്കാതെ പഠിച്ചു നോക്കിയാലോ? അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആവിഷ്കരിച്ച പദ്ധതി. കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മിഠായി, ഓപ്ഷൻ എ മിഠായി, ഓപ്ഷൻ ബി കളിപ്പാവ, ഓപ്ഷൻ സി പുഞ്ചിരി, ഓപ്ഷൻ ഡി താലോലം. അപ്പൊ കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സാമൂഹ്യ മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? കുട്ടികളിലെ അല്ലേ? കുട്ടികൾക്ക് എന്താവശ്യമാണ്? കുട്ടികൾക്ക് മിഠായി വളരെ ഇഷ്ടമല്ലേ? അപ്പൊ എങ്ങനെ കണക്ട് ചെയ്യാ? കുട്ടികൾക്ക് മിഠായി വളരെ ഇഷ്ടമാണ്, പ്രമേഹ രോഗമാണ്, അതും വെച്ച് എന്തായാലും എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? മിഠായിയെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ മിഠായി, കുട്ടികൾ എന്ന് ആലോചിച്ചാൽ കുട്ടികളിലെ പ്രമേഹ രോഗം എന്ന് പറയുമ്പോൾ തന്നെ എന്താ ആലോചിക്കണം? കുട്ടികൾക്ക് ആവശ്യമുള്ള എന്തോ ആണല്ലോ. അപ്പൊ മിഠായി ആലോചിച്ചൂടെ? പ്രമേഹ രോഗം ആയതുകൊണ്ട് തന്നെ മിഠായി കണക്ട് ആവും. ഓക്കെ ആണല്ലോ? അപ്പോ കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓപ്ഷൻ എ മിഠായി. ഓപ്ഷൻ എ മിഠായി ആണ് നമ്മുടെ ഉത്തരം. അതെങ്ങനെ കണക്ട് ചെയ്യണം പറഞ്ഞു? എങ്ങനെ കണക്ട് ചെയ്യണം? കുട്ടികളിലെ പ്രമേഹ രോഗമാണ്. ആരുടെയാണ്? കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായിട്ടാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഠായി. കുട്ടികളിലെ ആയതുകൊണ്ട് തന്നെ എങ്ങനെ കണക്ട് ചെയ്യണം? മിഠായിലൂടെ കണക്ട് ചെയ്യണം. പ്രമേഹ രോഗമാണ് അല്ലേ? പ്രമേഹ രോഗമാണ്, മധുരമുള്ള മിഠായിലൂടെ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യണം? കുട്ടികളെ കണക്ട് ചെയ്യണം. അപ്പൊ ഓപ്ഷൻ എ മിഠായി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ സർക്കാർ സ്കൂളുകളിലെ കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്യുന്ന പദ്ധതി. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ സർക്കാർ സ്കൂളുകളിലെ കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്യുന്ന പദ്ധതി. ഓപ്ഷൻ എ മിഴി, ഓപ്ഷൻ എ മിഴി, ഓപ്ഷൻ ബി കാതോരം, ഓപ്ഷൻ ബി കാതോരം, ഓപ്ഷൻ സി മുക്തി, ഓപ്ഷൻ സി എന്താണ്? മുക്തി, ഓപ്ഷൻ ഡി സാന്ത്വനം. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ സർക്കാർ സ്കൂളുകളിലെ കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക്, എന്താണ്? കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ഓപ്ഷൻ എ മിഴി. ഓപ്ഷൻ എ മിഴി. മിഴിയിലൂടെ അല്ലേ കാണുന്നത്? അല്ലേ? മിഴിയിലൂടെ കാണുന്നു. അപ്പൊ അങ്ങനെ ആലോചിച്ച് എന്ത് കിട്ടും? ഓപ്ഷൻ എ മിഴിയാണ് നമ്മുടെ ഉത്തരം. കാഴ്ചക്ക് ആവശ്യമായതല്ലേ? കണ്ണടകൾ എന്തിനാണ്? കണ്ണിന് അല്ലെങ്കിൽ മിഴിക്ക് ആവശ്യമുള്ളതാണ് കണ്ണടകൾ. അങ്ങനെ ആലോചിച്ച് എന്ത് കിട്ടും? ഓപ്ഷൻ എ മിഴിയാണ് നമ്മുടെ ഉത്തരം. കാതിന് ആവശ്യമുള്ള സാധനം അല്ലല്ലോ. അല്ലല്ലോ, കാതിന് ആവശ്യമുള്ളതല്ലല്ലോ കണ്ണട. കണ്ണടകൾ കാതിനല്ലല്ലോ ആവശ്യം. എന്തിനാണ്? മിഴിക്ക് ആവശ്യമായതാണ്. മിഴി, കണ്ണ്, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ സർക്കാർ സ്കൂളുകളിലെ കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് മിഴി. കണക്ട് ആയല്ലോ? കിട്ടിയാലോ? ഉത്തരം കിട്ടിയാലോ? ഇനി മറക്കരുത്, മിഴിയാണ് നമ്മുടെ ഉത്തരം. മിഴി. അടുത്ത ചോദ്യം, ശ്രവണ വൈകല്യമുള്ള 5 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ പൂർണ്ണമായും കേൾവി ലഭ്യമാക്കുന്ന ചികിത്സാ പദ്ധതി. ശ്രവണ വൈകല്യമുള്ള 5 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ പൂർണ്ണമായും കേൾവി ലഭ്യമാക്കുന്ന ചികിത്സാ പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ ആയുർദളം, ഓപ്ഷൻ എ ആയുർദളം, ഓപ്ഷൻ ബി ശ്രുതി തരംഗം, ഓപ്ഷൻ സി കാരുണ്യ, ഓപ്ഷൻ ഡി കിരണം. ഓപ്ഷൻ ഡി കിരണം. എന്താ ചോദ്യം? ശ്രവണ വൈകല്യമുള്ള 5 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ പൂർണ്ണമായും കേൾവി ലഭ്യമാക്കുന്ന ചികിത്സാ പദ്ധതി എന്തിനാവശ്യമുള്ളതാണ്? കേൾവിക്ക് ആവശ്യമുള്ളതാണ്. ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്കാണ് അല്ലെ? ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്കാണ്. അപ്പൊ എന്താണ്? കേൾവിക്ക് ആവശ്യമാണല്ലോ. അപ്പൊ ഇതിലേതാ കേൾക്കുന്നതുള്ളു? ശ്രുതി നമ്മൾ കേൾക്കുന്ന ഒരു കാര്യല്ലേ? എന്ത്? ശ്രുതി. പാടുമ്പോൾ ശ്രുതി നമ്മൾ കേൾക്കുന്നതല്ലേ? അല്ലേ? അപ്പൊ ഓപ്ഷൻ ബി ശ്രുതിയാണ് നമ്മുടെ ഉത്തരം. ശ്രുതി തരംഗം. ശ്രുതി എന്നുള്ള സാധനം നമുക്ക് കേൾക്കാനുള്ളതാണ് അല്ലേ? ശ്രുതി, പാടുമ്പോൾ ശ്രുതി നമ്മൾ കേൾക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരം ശ്രുതി തരംഗം. അങ്ങനെ കണക്ട് ചെയ്ത് വെക്കണം. അപ്പൊ ശ്രവണ വൈകല്യമുള്ള 5 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ പൂർണ്ണമായും കേൾവി ലഭ്യമാക്കുന്ന ചികിത്സാ പദ്ധതിയാണ് ശ്രുതി തരംഗം.
ശ്രുതി തരംഗം. അടുത്ത ചോദ്യം, കിടപ്പു രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി. കിടപ്പു രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ ആശ്വാസ കിരണം, ഓപ്ഷൻ എ ആശ്വാസ കിരണം, ഓപ്ഷൻ ബി ആശാ കിരണം, ഓപ്ഷൻ സി താലോലം, ഓപ്ഷൻ ഡി കിരണം. എന്താണ്? കിടപ്പു രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി. ഇവർക്കൊക്കെ ഈ പെൻഷൻ ലഭിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? വളരെയധികം ആശ്വാസം ഉണ്ടാവും, ഇല്ലേ? ഈ പെൻഷൻ ലഭിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്ന് ആലോചിക്കണം. വളരെയധികം ആശ്വാസം ഉണ്ടാവും എന്ന് ആലോചിച്ചാൽ ഓപ്ഷൻ എ ആശ്വാസ കിരണമാണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ എ ആശ്വാസ കിരണം. കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് ആശ്വാസ കിരണം. ആശ്വാസ കിരണം. സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതി. സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ മിഠായി. ഓപ്ഷൻ എ മിഠായി. മിഠായി നമ്മൾ പഠിച്ചതല്ലേ? എന്താണ്? പ്രമേഹ രോഗികൾ, കുട്ടികളിലെ പ്രമേഹ രോഗങ്ങൾ തടയുന്നതിനായിട്ടാണ് മിഠായി. പിന്നെ ഏതാണ്? സ്നേഹവീട്. ഓപ്ഷൻ ബി സ്നേഹവീട്. ഓപ്ഷൻ സി ബാലമുകുളം. ഓപ്ഷൻ ഡി സാന്ത്വനം. സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ് ഓപ്ഷൻ സി ബാലമുകുളം. ബാലമുകുളം സ്കൂൾ തലത്തിലല്ലേ? ബാലമുകുളം സ്കൂൾ തലത്തിലാണല്ലോ. അപ്പൊ കുട്ടികൾ ഉണ്ടാവും, ബാലന്മാരുണ്ടാവും അവിടെ. അങ്ങനെ ആലോചിച്ച് എന്ത് കിട്ടും? ബാലമുകുളം. അപ്പൊ സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ് ഓപ്ഷൻ സി ബാലമുകുളം. അടുത്ത ചോദ്യം, എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി. എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ കിരണം. ഓപ്ഷൻ എ കിരണം. ഓപ്ഷൻ ബി പരിരക്ഷ. ഓപ്ഷൻ സി വയോമധുരം. ഓപ്ഷൻ ഡി സ്നേഹ സാന്ത്വനം. ഓപ്ഷൻ ഡി സ്നേഹ സാന്ത്വനം. എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് ഓപ്ഷൻ ഡി സ്നേഹ സാന്ത്വനം. എന്താണ് സ്നേഹ സാന്ത്വനം? സ്നേഹത്തോടെ ധനസഹായം നൽകുകയാണ് അല്ലെ? സ്നേഹ സാന്ത്വനം സ്നേഹത്തോടെ ധനസഹായം നൽകുന്നു ആണല്ലോ. അപ്പൊ എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് സ്നേഹ സാന്ത്വനം. സ്നേഹ സാന്ത്വനം. മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതി. മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയാണ് ഏതാണ്? ഓപ്ഷൻ എ സ്നേഹക്കൂട്. ഓപ്ഷൻ ബി പരിയാത്ര. ഓപ്ഷൻ സി സാന്ത്വനം. ഓപ്ഷൻ ഡി മിഴി. മിഴി നമ്മൾ നേരത്തെ പഠിച്ചു, കണ്ണിന് ഇല്ലേ? അപ്പൊ ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ സ്നേഹക്കൂട്. മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചവർക്കാണ്. സുഖം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ എവിടെ എത്തും? അവരുടെ സ്നേഹക്കൂട് ഏതാണ്? തന്റെ വീടാണ്. അങ്ങനെ ആലോചിച്ചാൽ പോരെ? സ്നേഹക്കൂട് തന്റെ വീടാണ്, സ്നേഹമുള്ള വീടാണ് അല്ലെ? സ്നേഹക്കൂട്. അങ്ങനെ ആലോചിച്ചാൽ മതി. മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ച അവർ എവിടെത്തും? സുഖം പ്രാപിച്ചു, അവിടെ നിന്നും വിട്ടയച്ച അവരെവിടെത്തും? തന്റെ സ്നേഹക്കൂട്ടിലെത്തും, തന്റെ വീട്ടിലെത്തും. അപ്പൊ അങ്ങനെ സ്നേഹക്കൂട് എന്ന് കണക്ട് ചെയ്യുക. അപ്പൊ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട്. സ്നേഹക്കൂട്. അടുത്ത ചോദ്യം, സംസ്ഥാന സർക്കാരിന്റെ എയ്ഡ്സ് ബോധവൽക്കരണ പരിപാടി. സംസ്ഥാന സർക്കാരിന്റെ എയ്ഡ്സ് ബോധവൽക്കരണ പരിപാടി ഏതാണ്? ഓപ്ഷൻ എ ധ്വനി. ഓപ്ഷൻ എ ധ്വനി. ഓപ്ഷൻ ബി റിബൺ. ഓപ്ഷൻ സി മിഠായി. ഓപ്ഷൻ ഡി ആയുർദളം. സംസ്ഥാന സർക്കാരിന്റെ എയ്ഡ്സ് ബോധവൽക്കരണ പരിപാടി ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. ഏതാണ്? ആയുർദളം. ഓപ്ഷൻ ഡി ആയുർദളമാണ് നമ്മുടെ ഉത്തരം. സംസ്ഥാന സർക്കാരിന്റെ എയ്ഡ്സ് ബോധവൽക്കരണ പരിപാടിയാണ് ആയുർദളം. ഏതാണ്? ആയുർദളം. അടുത്ത ചോദ്യം, കേരള സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ സുകൃതം. ഓപ്ഷൻ എ സുകൃതം. ഓപ്ഷൻ ബി ആയുർദളം. ഓപ്ഷൻ സി ശ്രുതി. ഓപ്ഷൻ ഡി മിഴി. ഓപ്ഷൻ ഡി മിഴി. മിഴി എന്തിനാണ്? കണ്ണിന് ആവശ്യമായതാണ്, നേരത്തെ നമ്മൾ പറഞ്ഞു. പിന്നെ ശ്രുതി. ശ്രുതി എന്താണ്? കേൾവിക്ക് ആവശ്യമായതാണ്. പിന്നെ ആയുർദളം നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചതാണ്. ആയുർദളം നമ്മൾ പഠിച്ചതല്ലേ? എയ്ഡ്സ് ബോധവൽക്കരണ പരിപാടിയാണ്. ഏത്? ആയുർദളം. അപ്പൊ കേരള സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് ഏത്? സുകൃതം. ബാക്കി മൂന്നും നമ്മൾ പഠിച്ചതാണ്. ഇതേതാണ്? സുകൃതം. കേരള സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുകൃതം. അടുത്ത ചോദ്യം,
HIV ബാധിതരുടെ മക്കൾക്ക് തുടർ പഠനം ലഭ്യമാക്കുന്നതിന് വേണ്ടി നടപ്പാക്കുന്ന പദ്ധതി. HIV ബാധിതരുടെ മക്കൾക്ക് തുടർ പഠനം ലഭ്യമാക്കുന്നതിന് വേണ്ടി നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓപ്ഷൻ എ ആയുർദളം, ഓപ്ഷൻ ബി കാതോരം, ഓപ്ഷൻ സി സ്നേഹപൂർവം, ഓപ്ഷൻ ഡി മിഠായി. HIV ബാധിതരുടെ മക്കൾക്കാണ്. അങ്ങനെയുള്ളവരെ സമൂഹം എന്ത് ചെയ്യും? അകറ്റി നിർത്തൂലേ? ഇല്ലേ? അകറ്റി നിർത്തൂലേ? ഇല്ല, അവരെ ചേർത്ത് പിടിക്കണം. സ്നേഹപൂർവ്വം ചേർത്ത് പിടിച്ചിട്ടുള്ള ഈ പദ്ധതിയാണ്. അപ്പൊ എങ്ങനെ കണക്ട് ചെയ്യണം? അവരെ സ്നേഹപൂർവ്വം ചേർത്ത് നിർത്തണം എന്ന് കണക്ട് ചെയ്താൽ മതി. അപ്പൊ HIV ബാധിതരുടെ മക്കൾക്ക് തുടർ പഠനം ലഭ്യമാക്കുന്നതിന് വേണ്ടി നടപ്പാക്കുന്ന പദ്ധതിയാണ് എന്ത്? സ്നേഹപൂർവ്വം. അവരെ എന്ത് ചെയ്യണം? സ്നേഹപൂർവ്വം ചേർത്ത് നിർത്തണം. അടുത്ത ചോദ്യം, 18 വയസ്സിൽ താഴെയുള്ള ഹൃദ്രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ, നാഡീരോഗങ്ങൾ, അസ്ഥിവൈകല്യങ്ങൾ തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ചവർക്ക് ചികിത്സാ ധനസഹായം നൽകുന്ന പദ്ധതി. 18 വയസ്സിൽ താഴെയുള്ള ഹൃദ്രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ, നാഡീരോഗങ്ങൾ, അസ്ഥിവൈകല്യങ്ങൾ തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ചവർക്ക് ചികിത്സാ ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ ആരോഗ്യ കിരണം, ഓപ്ഷൻ എ ആരോഗ്യ കിരണം, ഓപ്ഷൻ ബി താലോലം, ഓപ്ഷൻ സി ആശ്വാസ കിരണം, ഓപ്ഷൻ ഡി കാരുണ്യ. ഏതാണ്? ഓപ്ഷൻ ബി താലോലമാണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബി താലോലമാണ് നമ്മുടെ ഉത്തരം. എന്താ ചോദ്യം? 18 വയസ്സിൽ താഴെയുള്ള ഹൃദ്രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ, നാഡീരോഗങ്ങൾ, അസ്ഥിവൈകല്യങ്ങൾ തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ചവർക്ക് ചികിത്സാ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏത്? താലോലം. ഏതാണ്? താലോലം. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് എന്താണ്? താലോലം. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, കേരള സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയായ സുകൃതം, നമ്മൾ നേരത്തെ പഠിച്ചു, സുകൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ഓപ്ഷൻ എ മഞ്ജു വാര്യർ, ഓപ്ഷൻ ബി മമ്മൂട്ടി, ഓപ്ഷൻ സി മോഹൻലാൽ, ഓപ്ഷൻ ഡി കുഞ്ചാക്കോ ബോബൻ. ആരാണ്? ഓപ്ഷൻ ബി മമ്മൂട്ടിയാണ് നമ്മുടെ ഉത്തരം. കേരള സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയായ സുകൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് ആര്? മമ്മൂട്ടി. ആരാണ്? മമ്മൂട്ടി. അടുത്ത ചോദ്യം, പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോസ് മീറ്റർ നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ സ്നേഹം, ഓപ്ഷൻ ബി വയോമധുരം, ഓപ്ഷൻ സി സാന്ത്വനം, ഓപ്ഷൻ ഡി സ്നേഹപൂർവം. എന്ത് രോഗികൾക്കാണ്? പ്രമേഹ രോഗികൾക്കാണ്. അപ്പൊ എന്താണ്? മധുരം ആലോചിച്ച് വെച്ചാൽ മതി. എന്താ നമ്മുടെ ഉത്തരം? ഓപ്ഷൻ ബി വയോമധുരം. വയോമധുരമാണ് നമ്മുടെ ഉത്തരം. പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോസ് മീറ്റർ നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ് ഏത്? വയോമധുരം. പ്രമേഹ രോഗമാണ് വയോമധുരം. അങ്ങനെ കണക്ട് ചെയ്യാം. അടുത്ത ചോദ്യം, പകർച്ചവ്യാധി തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള കേരള സർക്കാർ ആരോഗ്യ പദ്ധതി ഏതാണ്? പകർച്ചവ്യാധി തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഉള്ള കേരള സർക്കാർ ആരോഗ്യ പദ്ധതി ഏതാണ്? ആരോഗ്യ കിരണം. ഓപ്ഷൻ ബി ആരോഗ്യ ജാഗ്രത, ഓപ്ഷൻ സി ആരോഗ്യ കാർഡ്, ഓപ്ഷൻ ഡി ആരോഗ്യ ക്ഷേമം. പകർച്ചവ്യാധി തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഉള്ള കേരള സർക്കാർ പദ്ധതി. ഈ പകർച്ചവ്യാധി ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വളരെയധികം ജാഗ്രത പാലിക്കണം. എന്താണ്? ജാഗ്രത. അപ്പൊ ഉത്തരം എന്താണ്? ആരോഗ്യ ജാഗ്രത. പകർച്ചവ്യാധി അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വളരെ ജാഗ്രത പാലിക്കണം. ജാഗ്രത പാലിക്കണം. ആരോഗ്യ ജാഗ്രതയാണ് നമ്മുടെ ഉത്തരം. പകർച്ചവ്യാധി തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഉള്ള കേരള സർക്കാർ പദ്ധതിയാണ് ആരോഗ്യ ജാഗ്രത. അടുത്ത ചോദ്യം, ഭിന്നലിംഗക്കാരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഏതാണ്? ഓപ്ഷൻ എ ഒരുമ, ഓപ്ഷൻ ബി ചിരി, ഓപ്ഷൻ സി മഴവില്ല്, ഓപ്ഷൻ ഡി സ്നേഹ സാന്ത്വനം. ഭിന്നലിംഗക്കാരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഏത്? ഓപ്ഷൻ സി മഴവില്ലാണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ സി മഴവില്ല്. ഭിന്നലിംഗക്കാരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഏത്? മഴവില്ല്. മഴവില്ലാണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിന് വേണ്ടി കേരള ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിന് വേണ്ടി കേരള ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ തൂവാല വിപ്ലവം, ഓപ്ഷൻ ബി പകർച്ച, ഓപ്ഷൻ സി സാന്ത്വനം, ഓപ്ഷൻ ഡി പുനർജനി. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിന് വേണ്ടി കേരള ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? തൂവാല വിപ്ലവമാണ് നമ്മുടെ ഉത്തരം. തൂവാല വിപ്ലവം. ഓപ്ഷൻ എ തൂവാല വിപ്ലവം.
അപ്പൊ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയാൻ നമ്മൾ എന്ത് ചെയ്യും? തൂവാല കൊണ്ട് മുഖം പൊത്തിപ്പിടിക്കും ഇല്ലേ? തൂവാല കൊണ്ട് മുഖം പൊത്തിപ്പിടിക്കുന്ന ആലോചിച്ച് എന്ത് കിട്ടും? തൂവാല വിപ്ലവമാണ് നമ്മുടെ ഉത്തരം. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിന് വേണ്ടി കേരള ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് തൂവാല വിപ്ലവം. അടുത്ത ചോദ്യം, കൊറോണ വൈറസ് വ്യാപനം തടയുന്നതിനുള്ള ആരോഗ്യ വകുപ്പിന്റെ ക്യാമ്പയിൻ ഏതാണ്? ഓപ്ഷൻ എ റീച്ച്, ഓപ്ഷൻ ബി പുനർജനി, ഓപ്ഷൻ സി ബ്രേക്ക് ദി ചെയിൻ, ഓപ്ഷൻ ഡി മുക്തി. ഏതാണ് കൊറോണ വൈറസ് വ്യാപനം തടയുന്നതിനുള്ള ആരോഗ്യ വകുപ്പിന്റെ ക്യാമ്പയിൻ? ഈ കൊറോണ വൈറസ് എങ്ങനെയാണ് വ്യാപിച്ചു തുടങ്ങിയത്? എങ്ങനെയാണ്? നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുന്നതിലൂടെയാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതിലൂടെയാണ് കൊറോണ വൈറസ് വ്യാപിച്ചു തുടങ്ങിയത്. അപ്പൊ എന്ത് ചെയ്യണം? ആ ചെയിൻ അങ്ങ് ബ്രേക്ക് ചെയ്യണം, ഒരുമിച്ചുള്ള ആ നിൽപ്പ് നിർത്തണം. അപ്പൊ ബ്രേക്ക് ദ ചെയിൻ, അതാണ് നമ്മുടെ ഉത്തരം. ബ്രേക്ക് ദ ചെയിൻ. കൊറോണ വൈറസ് വ്യാപനം തടയുന്നതിനുള്ള ആരോഗ്യ വകുപ്പിന്റെ ക്യാമ്പയിൻ ആണ് ബ്രേക്ക് ദി ചെയിൻ. ബ്രേക്ക് ദി ചെയിൻ. അടുത്ത ചോദ്യം, സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദം ആക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ കാരുണ്യ, ഓപ്ഷൻ ബി താലോലം, ഓപ്ഷൻ സി ആർദ്രം, ഓപ്ഷൻ ഡി കിരണം. സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദം ആക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ സി ആർദ്രമാണ്. ഓപ്ഷൻ സി ആർദ്രമാണ്. സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് ആർദ്രം. ഓപ്ഷൻ സി ആർദ്രം. അടുത്ത ചോദ്യം, പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യ യാത്രാ സൗകര്യം ഏർപ്പെടുത്തുന്ന പദ്ധതി. ഓപ്ഷൻ എ മാതൃയാനം, ഓപ്ഷൻ ബി നീർമിഴി, ഓപ്ഷൻ സി സാന്ത്വനം, ഓപ്ഷൻ ഡി ആയുർദളം. ഏതാണ്? ഓപ്ഷൻ എ മാതൃയാനമാണ്. പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യ യാത്രാ സൗകര്യം ഏർപ്പെടുത്തുന്ന പദ്ധതിയാണ് മാതൃയാനം. മാതൃയാനം. അടുത്ത ചോദ്യം, ക്യാൻസർ, ഹൃദ്രോഗം, കരൾ രോഗം, വൃക്ക രോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ചികിത്സ ലഭ്യമാക്കുന്ന ഭാഗ്യക്കുറി വകുപ്പിന്റെ പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ താലോലം, ഓപ്ഷൻ ബി കാരുണ്യ, ഓപ്ഷൻ സി കിരണം, ഓപ്ഷൻ ഡി ധ്വനി. ഈ ഓപ്ഷനിലുള്ള ഏതെങ്കിലും ഒന്നിന് ഭാഗ്യക്കുറിയുടെ പേരുണ്ടോ? ഉണ്ടോ? ഏതാണ്? കാരുണ്യ ഭാഗ്യക്കുറി ഇല്ലേ? കാരുണ്യ. അപ്പൊ ക്യാൻസർ, ഹൃദയരോഗം, കരൾ രോഗം, വൃക്ക രോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ചികിത്സ ലഭ്യമാക്കുന്ന ഭാഗ്യക്കുറി വകുപ്പിന്റെ പദ്ധതിയാണ് ഏത്? കാരുണ്യ. അപ്പൊ എന്താ ആലോചിച്ചാൽ മതി? കാരുണ്യ ഭാഗ്യക്കുറി എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, നവജാത ശിശുക്കൾക്ക് വേഗത്തിൽ മികച്ച ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ അമ്മ തൊട്ടിൽ, ഓപ്ഷൻ ബി നിയോ ക്രാഡിൽ, ഓപ്ഷൻ സി മെഡിസപ്പ്, ഓപ്ഷൻ ഡി കിരണം. എന്താണ്? നവജാത ശിശുക്കൾക്ക് വേഗത്തിൽ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതി. നവജാത ശിശു അല്ലേ? അപ്പൊ എന്താണ്? ന്യൂ ആളാണ്. എന്താണ്? ന്യൂ, പുതിയ ആളാണ്. അപ്പൊ നിയോ എന്നതിനെ ന്യൂ എന്നാലോചിച്ചാൽ മതി. എന്താണ്? ന്യൂ എന്നാലോചിച്ചാൽ എന്ത് കിട്ടും? നിയോ ക്രാഡിലാണ് നമ്മുടെ ഉത്തരം. എന്താണ്? നവജാത ശിശുക്കൾക്ക് വേഗത്തിൽ മികച്ച ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് എന്താലേക്കണം? നവജാത ശിശുവാണ്. ആരാണ്? പുതിയ ആളാണ്. അപ്പൊ ന്യൂ എന്നാലോചിച്ചാൽ എന്ത് കിട്ടും? നിയോ ക്രാഡിൽ. നിയോ ക്രാഡിലാണ് നമ്മുടെ ഉത്തരം. അപ്പോ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്